ഒരു ഡിപ്രഷൻ സർവേയർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും വിചാരം നല്ലപോലെ അടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഡിപ്രഷൻ മാറിക്കിട്ടും എന്നാണ്. പക്ഷേ ഡിപ്രഷൻ വന്ന ആൾക്കാർക്കറിയാം അത് എത്രമാത്രം നമ്മളെ ഹൊറിബിളാണ്, നമ്മളെ എത്ര ഹൗണ്ട് ചെയ്യുന്നുണ്ടെന്ന്. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, എവിടെയും പോകാനും ഇഷ്ടമുണ്ടാവില്ല. മീൻസ് നമ്മളോട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലി മെമ്പറോട് കൂടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് ഭാവിക്കും, പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ഡിപ്രഷൻ വന്നവർക്ക് നല്ലപോലെ തല്ലിയാൽ അവരുടെ ഡിപ്രഷൻ മാറും എന്ന് കരുതിയിട്ട് അവർ ഉപദ്രവിക്കുന്ന എത്രയോ ഫാമിലിയെ എനിക്കറിയാം. പക്ഷേ അവരോടൊക്കെ പറയാനുള്ള കാര്യം, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിപ്രഷനുള്ള പേഴ്സൺസ് നിങ്ങൾ നൽകേണ്ടത് അവരുടെ കെയറാണ്. അവർക്ക് ഫാമിലി നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുക. കാരണം അവർക്ക് എല്ലാത്തിലും അവർ എന്താ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫീലിങ്സൊക്കെ അവർക്ക് പറയാൻ പറ്റുന്നുണ്ട്, അവർ പറയുന്നുണ്ടായിരിക്കും. ഒരു ഡിപ്രഷൻ രോഗി വിചാരിക്കുക അവരെല്ലാ കാര്യം പറയണമെന്ന് വിചാരിക്കും, പക്ഷേ അവർക്കൊന്നും അത് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഡിപ്രഷൻ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കാമായിട്ട് ക്വയറ്റായിട്ട് പേഷ്യൻസോടെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. അല്ല നിങ്ങൾ വയലൻ്റായിട്ട് അവരോട് പറയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഓൾറെഡി അവരുടെ ഡിപ്രഷൻ പേഷ്യൻസിൻ്റെ ഉള്ളിൽ ഒരു സൂയിസൈഡ് മനോഭാവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്രൂരമായിട്ട് അവരോട് പെരുമാറുമ്പോഴാണ് പല ഡിപ്രഷൻ കേസും നമുക്ക് സൂയിസൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഡിപ്രഷൻ വന്ന അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക.